ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്ന് വന്നേക്കുന്ന ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യോ ബട്ടറോ ഏതാണേലും ഉപയോഗിക്കാം. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നെയ്യ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്തതും കിസ്മിസും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് മൂപ്പിക്കേണ്ട, ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവുന്നിടം വരെ മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. എന്നിട്ട് ശേഷം അതിനകത്ത് നിന്ന് അത് മാറ്റുക. ആ പാനിനകത്തോട്ട് തന്നെ കുറച്ചുകൂടി നെയ്യ് ചേർത്തിട്ട് ചെറുതായി കട്ട് ചെയ്ത പഴം ചേർക്കുക. പഴം എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ നോക്കുക. ഞാനിവിടെ റോബസ്റ്റ എടുത്തേക്കുന്നത്. അതൊക്കെ ആണെങ്കിൽ വൈകിട്ട് എടുക്കുമ്പോൾ കുറച്ച് കുഴഞ്ഞു പോവും. അങ്ങനെ പോവാതിരിക്കും കുറച്ചുകൂടി നല്ലതിന് നേന്ത്രപ്പഴമായിരിക്കും നല്ലത്. എനിക്കിവിടെ കിട്ടിയത് റോബസ്റ്റ പഴമാണ്, അപ്പോൾ അതാണ് ഞാൻ എടുത്ത് ചെയ്തത്. ഏതായാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ കുറച്ച് കട്ടിയിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് പീസ് കടിക്കണം തോന്നുവാണെങ്കിൽ നമുക്ക് നേന്ത്രപ്പഴം തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്കും 1 സ്പൂൺ കോൺഫ്ലവറും 1 സ്പൂൺ പാൽപ്പൊടിയും കൂടി കട്ട കെട്ടാതെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ വെള്ളം ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ഒട്ടും കട്ടയാവാൻ പാടില്ല. കട്ടയാവുന്നെങ്കിൽ അത് നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്ക് കട്ട കെട്ട് കിടക്കും. അതുകൊണ്ടാണ് പറയുന്നത് അത് ആദ്യമേ തന്നെ മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ പശുവിൻ്റെ പാല് അത് ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഫോളോ ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ കാണാൻ വേണ്ടി എന്നെ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അതുകൊണ്ടാണ് എന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ പറയുന്നത്. പാല് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കോൺഫ്ലവറും പാൽപ്പൊടിയൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. കൈ എടുക്കാതെ തന്നെ ഇളക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കുകയും ചെയ്യും, അതേപോലെ തന്നെ കട്ട പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ നമ്മൾ കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കുക. പാല് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന പഴം വഴറ്റിയത് നേരെ ഒരു പകുതി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പഴം ഇട്ട് നന്നായിട്ടൊന്ന് കുറുകിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന കശുവണ്ടിയുടെയും കിസ്മിസിൻ്റെയും കുറച്ച് മാറ്റി വെച്ചിട്ട് അതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കശുവണ്ടിയും കിസ്മസും ബാക്കി ബാലൻസ് പഴവും ഇതിൻ്റെ മുകളിൽ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരികയോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മധുരം കഴിക്കണമെന്ന് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതേ സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ശുഭദിനം.